അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമസ്ത സെന്റിനറി വിളംബരം ഫെബ്രുവരി 14 ശനി, നാളെ വൈകുന്നേരം 4 മണിക്ക് ബഹ്റുൽ ഉലൂം നഗർ കോട്ടക്കൽ. സമസ്തയുടെ 100 പ്രകാശ വർഷങ്ങൾ. സുബ്ഹാനല്ലാഹ്, നാളെ ഒരു സംഭവമായിരിക്കും. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ വിളംബരം നടത്തുന്ന ഒരു സംഭവമാണ് നാളെ നടക്കുന്നത്. എന്താകുമെന്ന് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. എന്തായിരിക്കും അതിലെ പ്രഖ്യാപനങ്ങൾ, എവിടെയായിരിക്കും അത് നടത്തപ്പെടുക, എന്താണതിൻ്റെ വിഷയങ്ങളെല്ലാം എന്ന് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ചാനലുകാരും അല്ലാത്തവരും എല്ലാവരും ഇങ്ങനെ കാതോർത്ത് ആവേശത്തോടെ, ചില ആളുകൾ നെഞ്ചെടുപ്പോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും അതിന് വരിക? കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഞാൻ മറ്റന്ന് ഫെബ്രുവരി 14 എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ആ ഒരു സംഭവമായിരിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭവമായിരിക്കും അത്. നമ്മൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു. കാന്തപുരം വിഭാഗം തിരിച്ചെത്തുമോ? എവിടേക്കാണ് തിരിച്ചെത്തേണ്ടത്? വീട്ടിലേക്കാണ്. അവർ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ തിരിച്ചെത്തേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ തന്നെയാണുള്ളത്. പിന്നെ എവിടേക്കാണ് തിരിച്ചെത്തേണ്ടത്? അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആ ഒരു രീതിയിൽ അണുമണി വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവർക്ക് ധൈര്യം പകർന്നത് താജുൽ ഉലമയാണ്. അതുപോലത്തെ വലിയ വലിയ ഔലിയാക്കന്മാരാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് അത് സുന്നത്ത് ജമാഅത്തായിട്ട് അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസാരപ്പെടുത്തുന്നവർക്ക് മുഖം നോക്കി ചിരിക്കാനോ അവരോട് സലാം പറയാനോ സുന്നത്ത് ജമാഅത്തിന് കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും എല്ലാവരും അവരുടെ ആശയം അതാണ്. ആരമുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കലും, അവരെ നമ്മൾ എന്താക്കുക, റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തിയ ആളുകളോട് നമ്മൾ ചിരിക്കുക, എന്നിട്ട് അവരെ സലാം പറയുക, അവരെ നമ്മളെ കൂട്ടുചേർക്കുക. ഇതെല്ലാം എന്താണ് അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 100ാം വാർഷികത്തിനെ വളരെ സംഭവമാക്കി അല്ലാഹു മാറ്റി തിരുമാറാകട്ടെ. സന്തോഷകരമായ അഭിമാനകരമായ സംഭവമാക്കി അല്ലാഹു മാറ്റട്ടെ. ആർക്കും ഒരു വേദനയില്ലാതെ എല്ലാവർക്കും ഉത്സാഹിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് വളരെയധികം അഭിമാനകരമായ സംഭവമായിരിക്കും. കാന്തപുരം ഉസ്താദിൻ്റെ ആ വിളംബരം എന്ന് പറയുന്നത്, അവരുടെ നേതൃത്വം എന്ന് പറയുന്നത് ഒരാളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ ഉള്ളതല്ല. മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന, എല്ലാവർക്കും അഭിമാനം ഉണ്ടാക്കി തന്ന ഉസ്താദാണ് കാന്തപുരം ഉസ്താദ്. അവരാണ് ഉലമായിനോട് അഡ്രസ്സ് ഉണ്ടാക്കി തന്നത്. അതാണ് മഹാന്മാരെല്ലാം പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തണലിലായി നമ്മൾക്കും നമ്മളുടെ മക്കൾക്കും കുടുംബത്തിൽ എല്ലാവർക്കും അല്ലാഹു തആല നിലകൊള്ളാനുള്ള ആഫിയത്ത് അവർക്കും നമുക്കും അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക്, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അല്ലാഹു കൊണ്ടുപോയി എത്തിക്കട്ടെ. ഒരു പ്രയാസമോ സംഘടന വിരുദ്ധതയോ പരസ്പരം ഇല്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കൈകോർത്ത് നിൽക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു അതിൻ്റെ പണ്ഡിതന്മാർക്കെല്ലാം അല്ലാഹു തആല ഐക്യവും യോജിപ്പും അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂസുകാർ ഇങ്ങനെ പലതും പറയും. ന്യൂസുകാർ വന്ന് പറയും, എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് 100 ചേർത്ത്, എനിക്ക് കളവ് ചേർത്ത്, ഒരു സത്യത്തിന് 100 കളവുകൾ ചേർത്ത് ഇങ്ങനെ അവർ കലക്കിങ്ങനെ വിടും. പിന്നെ അത് ഉസ്താദിൻ്റെ വായിൽ നിന്ന് എന്തോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഉസ്താദ് ഒന്നും പിടികൊടുത്തില്ല. ഉസ്താദ് മറ്റേന്ന് പറയാനാണ്. അത് എല്ലാവരും ഇങ്ങനെ മടങ്ങിപ്പോയി. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത്ര പ്രായം ഉണ്ടായിട്ട് പോലും അല്ലാഹു തആല അവിടുത്തെ അഭിമാനത്തിനും അവിടുത്തെ ഓർമ്മക്കും അല്ലാഹു വലിയ കരുത്ത് നൽകിയിട്ടുണ്ട്. അത് മഹാന്മാരുടെ ഔലിയാക്കന്മാരുടെ പൊരുത്തമാണ്. സയ്യിദുല്ലാഹി ഖദ്ദസുല്ലാഹു തങ്ങളെ പോലെ, അതുപോലെ താജുൽ ഉലമ വടകര മുഹമ്മദ് അലി തങ്ങൾ തുടങ്ങിയിട്ടുള്ള ബഹ്റുൽ ഉലൂം ഉസ്താദ് ഒക്കെ, ഉസ്താദ് അടക്കം എല്ലാ ഉസ്താദുമാരെയും എല്ലാ തങ്ങന്മാരെയും പൊരുത്തവും ദുആയും അവർക്ക് എന്നെന്നും സാധാരണക്കാരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും പിഞ്ചു മക്കളുടെ അടക്കം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ് ഉസ്താദിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ അത്ഭുതം എന്നുള്ളത്. കാരണം ഉസ്താദിൻ്റെ ജീവിതം എന്നുള്ളത് അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാരുണ്യമാണ്. എല്ലാവർക്കും, ഏത് മതക്കാരെന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ദീനിൻ്റെ ഒരു മഹത്വത്തെ കാണിക്കുന്ന ഒരു ജീവിതമാണ്. ഇസ്ലാം ദീനിൻ്റെ ഒരു പവർ കാണിക്കുന്ന ജീവിതമാണ്. ഏതൊരു വിഷയത്തിലും ഉസ്താദിൻ്റെ നിലപാട് ഈ ലോകം ശ്രദ്ധിക്കുന്നതാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു യമനിൽ കൊലക്കുതിക്കപ്പെട്ട ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ ഉസ്താദ് ഇടപെട്ടുകൊണ്ട് എല്ലാ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്തു. ഉസ്താദിൻ്റെ മഹത്വം പറഞ്ഞ് ഉസ്താദിനെ അറിയപ്പെട്ടു. മാത്രമല്ല അത് ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെയാണ് അവിടെ എന്താക്കിയത്, എല്ലാവർക്കും കാണിച്ചത്. ആ ഉസ്താദിനെ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ എങ്ങനെ? ആ ഉസ്താദിൻ്റെ കൂടെ നിൽക്കാതിരിക്കൽ എങ്ങനെ? അതാണ് അഹ്ലു സുന്നത്തിൻ്റെ ദീനിൻ്റെ ഇസ്സത്തായ ഉസ്താദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കും ഒന്നിച്ച് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിളംബരം, നാളെയുള്ളതായ ആ 100ാം വാർഷിക പ്രകാശ വർഷം, സമസ്തയുടെ ആ പ്രകാശപൂരിതമായ 100 വർഷങ്ങൾ, അത് ആ പ്രകാശത്തോടു കൂടെ തന്നെ ഇങ്ങനെ മുന്നേറട്ടെ. അല്ലാഹു തആല അതിനുള്ള എല്ലാ വഴികളെയും
അള്ളാഹു എളുപ്പമാക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും അള്ളാഹു താല നീക്കി തരുമാറാകട്ടെ. അത് ഒരു വലിയ മഹാസംഭവമായി അള്ളാഹു താല അതിൻ്റെ വാർഷികം അത് വളരെ സംഭവമായി എല്ലാവരാലും അത്ഭുതം കാണിക്കുന്ന ഒരു സംഭവമായി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എന്തെല്ലാം തടസ്സങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടോ അള്ളാഹു താല അതെല്ലാം നീക്കി കൊടുക്കട്ടെ. ഇതിൻ്റെ ഭാരവാഹികൾക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ ആരെല്ലാം മുതിരുന്നുണ്ടോ, അതിൻ്റെ വിജയത്തിന് ആരെല്ലാം കൈകോർക്കുന്നുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ഹിമ്മത്തും ദീർഘായുസ്സും ആഫിയത്തും നമുക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വരുന്നുണ്ട്. അള്ളാഹു തആല റമദാനിലെ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.